നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലെ പൊക്രായിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് പൊക്രായിലെ ദേവീസ് ഫാൾ എന്ന വെള്ളച്ചാട്ടവും അതിനോട് ചേർന്നുള്ള ഗുപ്തേശ്വർ മഹാദേവ ഗുഹയും കണ്ട ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വെച്ചാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ തന്നെയുള്ള ഒരു മ്യൂസിയം കാണാനാണ്. ഇന്റർനാഷണൽ മൗണ്ടൻ മ്യൂസിയം പൊക്കാറ, അതാണ് ആ മ്യൂസിയത്തിന്റെ പേര്. വിശാലമായൊരു കോമ്പൗണ്ടിലാണ് മ്യൂസിയം ഉള്ളത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നാൽ വിശാലമായ റോഡാണ്. കയറുമ്പോൾ തന്നെ ഒരു സ്മാരകമുണ്ട്, കല്ലുകൊണ്ട് പണിത സ്മാരകം. ഇത് മലകയറ്റങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിട്ടുള്ള സ്മാരകമാണ്. ഉള്ളിൽ മ്യൂസിയം കൂടാതെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും ഉണ്ട്. ഗാർഡൻ അത്ര വിപുലമല്ല, ചെറിയൊരു പൂന്തോട്ടം. ഇവിടെ യാക്കിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊമ്പുകളും മറ്റും ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. അതുപോലെ മ്യൂസിയത്തിന്റെ എതിർവശത്തായി മൗണ്ട് എവറസ്റ്റിന്റെ ഒരു ചെറു പതിപ്പുണ്ട്. ദൂരെ നിന്ന് നോക്കിയാൽ മഞ്ഞുമലയാണെന്ന് തോന്നുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ചെറിയ രണ്ട് കുളവും അതിൽ നിറയെ മീനുകളും ഉണ്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കടക്കാം. 3 തീമുകളായിട്ടാണ് ഇവിടെ മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. ഹാൾ ഓഫ് ഗ്രേറ്റ് ഹിമാലയാസ്, ഹാൾ ഓഫ് ഫെയിം, ഹാൾ ഓഫ് വേൾഡ് മൗണ്ടൻസ്. കയറുമ്പോൾ തന്നെ എക്സിബിഷൻ ഹാളുകളുടെ ഒരു ലേ ഔട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലും ബേസ്മെന്റ് ഫ്ലോറിലുമായാണ് മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് ഇറങ്ങി ബേസ്മെന്റ് ഫ്ലോറിലെത്തിയാൽ ഇവിടെയുള്ള വിവിധ ഗോത്രക്കാരുടെ വേഷവും അവരുടെ ജീവിതവും വിവരിക്കുന്ന വസ്തുവകകളുമാണ് ആദ്യം കാണാൻ കഴിയുന്നത്. ഇത് തക്കാളി എന്ന വംശപരമ്പരയുള്ള ആളുകളെ കുറിച്ച് വിവരിക്കുന്ന ഇടമാണ്. അവരുടെ അടുക്കളയാണിത്. അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തക്കോല എന്ന റീജിയനിലാണ് ഇവരെ കണ്ടുവരുന്നത്. കാളിഗണ്ഡകി നദിയുടെ കരയിലുള്ള ഒരു സ്ഥലമാണ് ഈ തക്കോല റീജിയൻ. 2011 സെൻസസ് പ്രകാരം 13,215 ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഇവരുടേതായുള്ളത്. ഈ കാണുന്നത് തേയില പൊടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. ആ ഭരണികളും പിന്നെ ചില സെറ്റപ്പുകളും ഉണ്ടോ. ഇവർ വൈൻ ഉണ്ടാക്കാനും അത് വാറ്റി മദ്യം ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്ന സെറ്റപ്പാണത്. ആ കാണുന്നത് കാട്ടിനുള്ളിൽ നിന്നും ഇവരുടെ പൂർവികർ തേൻ ശേഖരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ്. കയറ് കൊണ്ടുള്ള ചെരുപ്പുകളും അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇത് മറ്റൊരു വംശപരമ്പരയുടെ സെക്ഷനാണ്. ഗുരൻ എന്നാണ് ഈ പരമ്പരയുടെ പേര്. ഈ പരമ്പരയിൽപ്പെട്ട ആളാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഇവർ അന്നപൂർണ റീജിയനിലാണ് പ്രധാനമായും അധിവസിക്കുന്നത്. നമ്മുടെ സിക്കിമിലും ആസാമിലും ഡൽഹിയിലും വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലും ഇവർ അധിവസിക്കുന്നുണ്ട്. ഇവർ കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലുള്ള സമൂഹമാണ്. അതവരുടെ വേഷത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇവരെ OBCയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മറ്റൊരു വിഭാഗത്തെ കുറിച്ച് വിവരിക്കുന്ന ഇടമാണ്, പൻ എന്ന വിഭാഗം. ഇവർ ഇവിടുള്ള ബ്രാഹ്മണ സമുദായമാണ്. അവരുടെ വേഷവും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുവകകളുമാണ് ഇവിടെയുള്ളത്.
ഇത് മറ്റൊരു വിഭാഗക്കാരുടെ സെക്ഷനാണ്, കിരാത്. ഇത് ഇവിടം ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ്. BC 800 മുതൽ AD 300 വരെ 1225 വർഷത്തോളം ഇവിടം ഭരിച്ചിരുന്ന രാജവംശമാണ് കിരാത്. ഇവിടെ ഹിമാലയത്തിലെ കൊടുമുടികളുടെ പിക്ചറുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം ഇവയുടെ ഉയരവും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെ പേരുമൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഹിമാലയത്തിലെ കൊടുമുടികളിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ സ്ഥിതി ചെയ്യുന്നവയുമുണ്ട്. ചൂയു ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊടുമുടിയാണിത്. മാനസലു ഇതും ഇന്ത്യയിലുള്ളതാണ്. നാഗപ്രഭാവ് ഇത് പാകിസ്ഥാനിലാണുള്ളത്. അന്നപൂർണ ഇത് നേപ്പാളിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് തൊട്ടടുത്താണ്. ഇത് ഹിമാലയത്തിൽ നിന്നുള്ള ചില ശിലകളാണ്. ചില്ലുകൂട്ടിനുള്ളിൽ ആയതിനാൽ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഇത് മലകയറ്റക്കാർ ഉപയോഗിക്കുന്ന ടെന്റും സ്ലീപ്പിംഗ് ബാഗുമാണ്. ഇത് എക്സ്പെഡിഷൻകാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ്. ഇത് അന്നപൂർണ കൊടുമുടി ആദ്യം കീഴടക്കിയ ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റുപകരണങ്ങളുമാണ്. തുടർന്നങ്ങോട്ട് എക്സ്പെഡിഷൻ പൂർത്തിയാക്കിയ ആളുകളുടെ ചിത്രവും അവർ ഉപയോഗിക്കുന്ന വസ്തുവകകളുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് കാഞ്ചൻജംഗ ആദ്യം കീഴടക്കിയ ആൾ ഉപയോഗിച്ചിരുന്ന വസ്തുവകകളും അയാളുടെ ഫോട്ടോയും മറ്റുമാണ്. ഇത് മാനസലു ആദ്യമായി കീഴടക്കിയ ആൾ ഉപയോഗിച്ചിരുന്ന വസ്തുവകകളാണ്. ഇത് ഐസിൽ നിന്നും വെള്ളം ഫിൽറ്റർ ചെയ്തെടുക്കുന്നതിന് മലകയറ്റക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ സാധനങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പുതിയ കാലത്ത് മൗണ്ടൻ എക്സ്പെഡിഷൻ ഉപയോഗിക്കുന്ന വസ്തുവകകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് മലകയറ്റക്കാർ കയർ കെട്ടുന്ന വിവിധ നോട്ടുകളാണ്. അവയുടെ പേരും ഇതോടൊപ്പം ഉണ്ട്. ഇത് മലകയറ്റക്കാർ ഉപയോഗിക്കുന്ന വിവിധ തരം ഓക്സിജൻ സിലിണ്ടറുകളാണ്. യതി എന്ന ഹിമമനുഷ്യനെ കുറിച്ചുള്ള ചില വിവരണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒന്നാണ് യതി എന്ന ഹിമമനുഷ്യൻ. ഇത് വെറുമൊരു മിത്താകാനാണ് സാധ്യത. ഇവിടെ ഒറിജിനൽ യതി എന്ന പേരിൽ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായി ഒരു യഥാർത്ഥ യാക്കിന്റെ സ്റ്റഫ് ചെയ്ത രൂപവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ഇത് മലകയറ്റക്കാർ കുക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ട്രാവലിംഗ് സ്റ്റൗകളാണ്. ഇത് ടെൻസിംഗ് ആണ്. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടീമിലെ ഷെർപ്പ. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയതിന്റെ 50ാം വാർഷികത്തിൽ പുറത്തിറക്കിയ ഒരു പോസ്റ്ററാണത്. ഈ മ്യൂസിയം 2004 ഫെബ്രുവരി 5-നാണ് ഇനാഗുറേറ്റ് ചെയ്തത്. 2015-ലെ ഭൂമികുലുക്കം ഇവിടെയും ബാധിച്ചിരുന്നു. 2015-16 ഇവിടെ സന്ദർശകരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. 2019-20 1 മില്യൺ ആളുകൾ ഇവിടെ സന്ദർശിച്ചതായാണ് കണക്ക്. കോവിഡ് കാരണം 2020 മാർച്ച് മുതൽ 2020 നവംബർ വരെ ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ശരാശരി വർഷം 1 ലക്ഷം പേർ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇതിവിടെ നടക്കാറുള്ള ഒരു രഥോത്സവത്തിന്റെ ചെറു പതിപ്പാണ്. മത്സ്യേന്ദ്രനാഥ് രഥം ബാംബുവിൽ നിർമ്മിച്ചതാണിത്. ഇത് നിർമ്മിച്ച ആളിന്റെ പേരും വർഷവും ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നേപ്പാളിലെ പല സ്ഥലങ്ങളിലും കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ ഒരു മാതൃകയാണ്. ഇതുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത്തരം ബ്രിഡ്ജുകൾ. ഇവിടെ ചിലർ മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ആ സാഹസത്തിനില്ല. ഇത് ഈ മ്യൂസിയം ഇവിടെ നിർമ്മിക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ സ്റ്റാച്യു ആണ്. മ്യൂസിയം കണ്ട് തിരികെ പോവുകയാണ്. മ്യൂസിയമൊക്കെ കണ്ട് നേരെ റൂമിൽ വന്നു. ഇപ്പോൾ വൈകുന്നേരമായി. ഇവിടുത്തെ ലേക്കിൽ ഒരു ബോട്ട് സവാരി നടത്താൻ ഇറങ്ങിയതാണ്. ഇതാണ് ലേക്ക്. ഇത് നമ്മൾ ഇന്നലെ രാത്രി കണ്ടിരുന്നു. പക്ഷെ ഇന്ന് ഈ ലേക്കിൽ ബോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. അതിഭയങ്കര കാറ്റാണ് ഇപ്പോൾ ഇവിടെ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ബോട്ട് സവാരിയോടൊപ്പം അവിടെ സന്ദർശിക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ അതും നടക്കില്ല. മറ്റൊരു ദിവസം എന്തായാലും അവിടെ പോകാനാണ് തീരുമാനം. ഞാൻ ഇവിടുത്തെ തെരുവ് ഭക്ഷണം രുചിച്ചു നോക്കാൻ തീരുമാനിച്ചു. കൂടെയുള്ളവർക്ക് അതിനുള്ള ധൈര്യമില്ല. വരുന്നത് വരട്ടെ എന്ന് കരുതി ഞാൻ ഒരു സെറ്റ് മെമ്മോസും കമ്പിൽ കോർത്ത് ചുട്ടെടുക്കുന്ന മാംസം ഓർഡർ ചെയ്തു. മൊമോസ് ക്വാണ്ടിറ്റി കൂടുതലാണ്. എന്തായാലും കഴിക്കുക തന്നെ. സ്ട്രീറ്റ് ഫുഡ് വാങ്ങിയതിന്റെ 4-1 പോലും കഴിച്ചില്ല. രുചിക്കുറവൊന്നുമില്ല. പക്ഷെ ഞാൻ മാത്രം കഴിച്ചാൽ തീരുന്നതായിരുന്നില്ല അത്. ഇപ്പോൾ ഞങ്ങൾ ഡിന്നറിനായി ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഡിന്നർ കഴിക്കാതെ ഇന്നത്തെ ഡിന്നർ ഇവിടെ ആക്കിയതിനൊരു കാരണമുണ്ട്. ഇവിടെ ഭക്ഷണത്തോടൊപ്പം ചില കലാപരിപാടികളും ഉണ്ട്. ഇവരുടെ പരമ്പരാഗത നൃത്തം. അത് കണ്ട് ഭക്ഷണം ആസ്വദിക്കാം. एक जोड़ी खुकुरी
Uttam saranam gacchami totoli kunjale. Uttam saranam gacchami totoli kunjale. Hamro Nepal dekhi sab
Mamelo salvakedo, sapipita mego ima chalchakedo, oh dipa. പരിപാടി ആസ്വദിക്കുന്നതിനിടയ്ക്ക് ഭക്ഷണം കഴിച്ചു. ഒരു 2-3 മണിക്കൂറായി കാണും ഇതിനകത്ത് കയറിയിട്ട്. ഇത് അവസാന രംഗമാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയവർ എല്ലാവരും അവസാനം നൃത്തത്തിന്റെ ഭാഗമായി ചേർന്നു. നമ്മുടെ നാട്ടിലെ പോലെ ക്യാമറ അല്ല ഇവിടുത്തെ നൃത്തം. നല്ല പരമ്പരാഗത നൃത്തവും പാട്ടുകളും ഒക്കെയാണ് ഇവിടെ അവതരിപ്പിക്കാറുള്ളത്. ഇവിടെ മിക്ക ഹോട്ടലുകളിലും
ഇത്തരം പരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ടോ? Rato rato lali pura siryu panto, rendi changi tape mulal hamle yumalto. Mulal hamle yumalto. Sami sami mata. So very to me. Uttam saranam gacchami totoni gunjane. Uttam saranam gacchami totoni gunjane. Hamro ne paave ki sangat Mamero sal paketo, chappi mamero jima chal chaketo, oh dipa. Amor topi baby, sivan thalde, ek chori chotoli, kalkatte mohon.
ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ.